എന്റെ ഓർമ്മകളുടെ ആൽബം തുറന്നാൽ അതിലെ മിക്ക ചിത്രങ്ങളിലും മായ ചിരിച്ചുകൊണ്ടാണ്. ആ ചിരിക്ക് ഞങ്ങളുടെ മുറ്റത്തെ മുല്ലപ്പൂവിന്റെ നേർത്ത സുഗന്ധവും മഴ കഴിഞ്ഞുള്ള മണ്ണിൽ പാറി നടക്കുന്ന തുമ്പികളുടെ ചിറകിന്റെ വേഗതയുമുണ്ടായിരുന്നു. മനക്കലൂർ വീടിന്റെ നീളൻ വരാന്തയിലും തട്ടിൻപുറത്തേക്കുള്ള മരക്കോണിപ്പടികളിലും മുറ്റത്തെ മാവിൻ ചുവട്ടിലുമെല്ലാം അവളൊരു ചിത്രശലഭത്തെപ്പോലെ പാറി നടന്നു. പഴയ തറവാടിന്റെ മങ്ങിയ വെളിച്ചത്തിലും കരിപിടിച്ച അടുക്കളയിലും അവളുടെ ചിരി ഒരു നെയ്വിളക്ക് പോലെ പ്രകാശിച്ചു നിന്നു. നമ്മുടെ തറവാടിന്റെ ഐശ്വര്യം ഇവളുടെ ഈ ചിരിയിലാ എന്നച്ഛൻ ചാരകസേരയിലിരുന്ന് പത്രം മടക്കിവെച്ച് കണ്ണട മൂക്കിൻ തുമ്പിലേക്ക് നീക്കിയിട്ട് പറയുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് പറയും, ചിരി മാത്രം പോരാ, പ്രായം തികഞ്ഞ പെണ്ണാ, അടക്കവും ഒതുക്കവും വേണം. അമ്മയുടെ ആധി എപ്പോഴും അതായിരുന്നു. ഞാനും അവളും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൾക്ക് ഞാൻ അച്ഛനും ചേട്ടനും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരേ ഒരു സുഹൃത്തുമായിരുന്നു. കുട്ടിക്കാലത്ത് മാമ്പഴം പെറുക്കാൻ പോകുമ്പോൾ വീണ് മുട്ടുപൊട്ടിയാൽ അമ്മയുടെ അടി ഓർത്ത് കരയുന്ന അവളെയും കൊണ്ട് തോളിലിട്ട് ഞാൻ കുളക്കടവിലേക്ക് നടക്കും. മുറിവ് കഴുകി മരുന്ന് വെക്കുമ്പോൾ ഏട്ടൻ ആരോടും പറയല്ലേ എന്ന് കണ്ണു നിറച്ച് അവൾ പറയും. മുതിർന്നവർ ശാസിക്കുമ്പോൾ എന്റെ പുറകിലൊളിക്കുന്ന, എന്നാൽ എനിക്ക് വേണ്ടി അവരോട് തർക്കിക്കുന്ന അവളുടെ രൂപം ഇന്നലെ കഴിഞ്ഞ പോലെ എന്റെ മനസ്സിലുണ്ട്. അരുണേട്ടാ, ആ വിളി കേൾക്കാത്ത ഒരു ദിവസം പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല. നേരം പുലരുന്നതു മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ അവൾക്ക് പറയാൻ 1000 വിശേഷങ്ങളുണ്ടാകും. കോളേജിലെ തമാശകൾ, പ്രിൻസിപ്പളിന്റെ പുതിയ കണ്ണട, കൂട്ടുകാരികളുടെ രഹസ്യ പരിഭവങ്ങൾ, പിന്നെ ആരും കാണാതെ അവൾ മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നങ്ങൾ. അവൾ ബിരുദം പൂർത്തിയാക്കിയ ആ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു. നല്ല മാർക്കോടെ പാസ്സായതിന്റെ സന്തോഷത്തിൽ അവൾ തുള്ളിച്ചാടുകയായിരുന്നു. റിസൾട്ട് അറിഞ്ഞപാടെ ഓടിവന്ന് എന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. ഞാൻ ജയിച്ചേട്ടാ, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അന്ന് വൈകുന്നേരം മുറ്റത്തെ മാവിൻചുവട്ടിലിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, എനിക്കിനി MBAക്ക് പോണം അരുണേട്ടാ. വെറുതെ ഒരു കല്യാണം കഴിച്ച അടുക്കളയിൽ ഒതുങ്ങാനല്ല. എനിക്ക് കൊച്ചിയിലോ ബാംഗ്ലൂരിലോ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വലിയൊരു പൊസിഷനിൽ ജോലി വാങ്ങണം, സ്വന്തമായൊരു കാർ ഓടിക്കണം, എന്നിട്ട് അച്ഛനെയും അമ്മയും നമുക്ക് സുഖമായി നോക്കണം. അച്ഛനിനി വയലിൽ പണിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അമ്മയ്ക്കിഷ്ടം പോലെ പട്ടുസാരി വാങ്ങിക്കൊടുക്കണം. അവളുടെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ഞാൻ അടുത്ത് കണ്ടു. മിടുക്കി. ഞാൻ അവളുടെ തലയിൽ തലോടി. നീ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നോ അതായിത്തീരും. മനക്കലൂരിലെ ആ മാലാഖയ്ക്ക് ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ മോഹമുണ്ടായിരുന്നു. അന്ന് അവളുടെ ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുമ്പോൾ ആ ആകാശത്തെ ഇരുട്ടുകൊണ്ട് മൂടാൻ പോന്ന ഒരു വിഷക്കാർമേഘം ദൂരെ രൂപപ്പെടുന്നുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ആ ചിരി മായാൻ ഒരുപാട് കാലം വേണ്ടിവരില്ലെന്നും. ചെമ്പകശ്ശേരി തറവാട്ടിലെ രാജേഷാണ് പയ്യൻ. ഒറ്റ മകനാണ്. നല്ല പ്രതാപമുള്ള കുടുംബം. 10 ഏക്കർ റബ്ബർ തോട്ടം, ടൗണിൽ വലിയ വീട്, പുതിയ കാറ്. അവർക്ക് നമ്മുടെ മായയെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നന്നായി ഇഷ്ടപ്പെട്ടു. ബ്രോക്കർ വേണു ഉമ്മറത്തിരുന്ന് മുറുക്കാൻ നീട്ടി തുപ്പിക്കൊണ്ടിത് പറയുമ്പോൾ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് വലിയ സംതൃപ്തിയായിരുന്നു. നല്ല കുടുംബമെന്ന ആ ഒറ്റ വാക്കിൽ അവരുടെ എല്ലാ ആശങ്കകളും അലിഞ്ഞില്ലാതായി മാറി. പെൺകുട്ടികളെ നല്ല നിലയിൽ സുരക്ഷിതമായ ഒരിടത്ത് കെട്ടിച്ചയക്കുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സ്വപ്നവും ആശ്വാസവുമാണല്ലോ. നമ്മുടെ മോൾ അവിടെ റാണിയായി വാഴും. അമ്മ അടുക്കളയിൽ ചെന്ന് ചായ ഇടുമ്പോൾ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു. വേണു പോയ ശേഷം അച്ഛനും അമ്മയും രാത്രി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അവളുടെ പഠിത്തം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, അതൊക്കെ കല്യാണം കഴിഞ്ഞു നോക്കാം, ഇത്രയും നല്ല ബന്ധം കളയാൻ പറ്റില്ല എന്നായിരുന്നു അച്ഛന്റെ മറുപടി. പെണ്ണ് കാണാൻ അവർ വന്ന ദിവസം ഞാൻ ഓർക്കുന്നു. അമ്മയുണ്ടാക്കിയ പലഹാരങ്ങൾ നിരത്തിവെച്ച മേശയ്ക്ക് ചുറ്റും ഗൗരവത്തോടെ അവർ ഇരുന്നു. രാജേഷിന്റെ അച്ഛൻ തറവാടിന്റെ പ്രതാപമാണ് സംസാരിച്ചതെങ്കിൽ അമ്മ അവരുടെ ബന്ധുക്കളുടെ നിലയും വിലയുമാണ് പറഞ്ഞത്. ഞാനും രാജേഷിനെ കണ്ടിരുന്നു. കാഴ്ചയിൽ സുമുഖൻ, വില കൂടിയ വസ്ത്രങ്ങൾ, കൈത്തണ്ടയിൽ തിളങ്ങുന്ന വാച്ച്, മാന്യമായ പെരുമാറ്റം. പക്ഷെ അവന്റെ സംസാരത്തിൽ എവിടെയോ ഒരു പന്തികേട് എനിക്ക് ആദ്യം മുതലേ തോന്നിയിരുന്നു. അച്ഛൻ തറവാടിന്റെ പ്രതാപം കറയുമ്പോൾ അവനത് ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്നു. മായ ചുവന്ന കരയുള്ള സെറ്റ്സാരി ഉടുത്ത് മുടിയിൽ മുല്ലപ്പൂ വെച്ച് ചാര കൊണ്ടുവന്നപ്പോൾ അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ സ്നേഹത്തെക്കാളുപരി ഒരുതരം ഉടമസ്ഥഭാവം നിഴലിച്ചിരുന്നത് ഞാൻ മാത്രം കണ്ടു. അത് വെറും എന്റെ തോന്നലാണെന്ന് ഞാൻ മനസ്സിനെ സമാധാനിപ്പിച്ചു. മായയ്ക്കും ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. അന്ന് രാത്രി അവൾ എന്റെ മുറിയിൽ വന്നു. അരുണേട്ടാ, എനിക്ക് പെട്ടെന്നൊരു കല്യാണം, എന്റെ MBA, പഠിക്കാനുള്ള മോഹം. അവളുടെ ശബ്ദം ഇടറിത്തുടങ്ങി. അയാളുടെ നോട്ടം എനിക്കത്ര ഇഷ്ടമായില്ല. എന്നെ എന്തോ കച്ചവട സാധനം പോലെ നോക്കുന്ന പോലെ. ഞാൻ അവളെ അടുത്തു പിടിച്ചിരുത്തി. മോളെ, അതൊക്കെ നിന്റെ തോന്നലാണ്. പഠിത്തം കല്യാണം കഴിഞ്ഞും തുടരാമല്ലോ. അവരോട് ഞാൻ സംസാരിച്ചതാണ്, അവർക്കും സമ്മതമാണ്. ഇത്രയും നല്ലൊരു ബന്ധം എനിക്ക് കിട്ടിയെന്ന് വരില്ല. ചെമ്പകശ്ശേരി പോലെ ഒരു വീട്ടിൽ നീ റാണിയായി വാഴും. നിന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ നടന്നോളും. എന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസമായി. അവരുടെ ആശങ്കകളെ ഞാൻ എന്റെ ആത്മവിശ്വാസം കൊണ്ട് മൂടിക്കളഞ്ഞു. ആ വലിയ വീടും പ്രതാപവും പണവും ഞങ്ങളെല്ലാവരുടെയും കണ്ണു മഞ്ഞളിപ്പിച്ചതാണ് സത്യം. വിവാഹം വളരെ ഗംഭീരമായി നടന്നു. മനക്കലൂരിന്റെ മുറ്റം നിറയെ ആളും ബഹളവുമായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നിറയെ മുല്ലപ്പൂവിന്റെയും ചന്ദനത്തിരിയുടെയും മണം നിറഞ്ഞു. താലി കെട്ടുമ്പോൾ മായുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സന്തോഷം കൊണ്ടോ ഭയം കൊണ്ടോ എന്നെനിക്ക് മനസ്സിലായില്ല.
മായയെ ചെമ്പകശ്ശേരിയിലേക്ക് യാത്രയാക്കുമ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞു. കാറിൽ കയറുമ്പോൾ അവൾ എന്നെ തിരിഞ്ഞു നോക്കി. ആ നോട്ടം എന്റെ നെഞ്ചിലൊരു ഭാരം പോലെ തങ്ങി നിന്നു. എങ്കിലും അവൾ സുരക്ഷിതയായ കൈകളിലാണ് എന്ന ആശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. രാജകുമാരിയെപ്പോലെ നോക്കിക്കൊള്ളാമെന്ന് രാജേഷ് അച്ഛന്റെ കൈ പിടിച്ച് വാക്കുകൊടുത്തിരുന്നു. ആദ്യത്തെ 2 ദിവസം അവൾ ദിവസവും 3ഉം 4ഉം തവണ വിളിക്കുമായിരുന്നു. സന്തോഷം നിറഞ്ഞ സംസാരം. അരുണേട്ടാ, ഇവിടം വലിയ വീടാ. രാജേഷേട്ടൻ എന്നെ വലിയ കാര്യമാ. ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോയി. അമ്മേ, രാജേഷേട്ടൻ എന്നെ വലിയ കാര്യമാ. എനിക്ക് വേണ്ടി ഇന്നലെ ഒരു പട്ടുസാരി വാങ്ങിത്തന്നു. അമ്മ അത് കേട്ട് സന്തോഷക്കണ്ണീരോടെ എന്നെ നോക്കി. 3ആം ദിവസം മുതൽ വിളികൾ കുറഞ്ഞു. ഒരു വിളി മാത്രമായി. അതും പെട്ടെന്ന് വെക്കും. തിരക്കിലാണ് അരുണേട്ടാ, അമ്മായി അടുക്കളയിലുണ്ട്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു. 5ആം ദിവസം വിളിച്ചപ്പോൾ അവളുടെ ശബ്ദം നേർത്തിരുന്നു. എന്താ മോളെ ഒരു ക്ഷീണം? ഞാൻ ചോദിച്ചു. ഒന്നുമില്ലേട്ടാ, ചെറിയ തലവേദന. അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു. 7ആം ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ രാജേഷാണ് ഫോൺ എടുത്തത്. മായ കുളിക്കുകയാണ്. എന്താ കാര്യം? എന്തായാലും അവനെനിക്ക് തലതണപ്പിച്ചുള്ള ഒരു മറുപടിയും തന്നില്ല. എന്താ കാര്യം എന്ന് വിച്ചു നോക്കിയമാരി. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാണ്, അവളോട് സംസാരിക്കാൻ. ഇങ്ങോട്ടിങ്ങനെ ഇടയ്ക്കിടെ വിളിക്കണ്ട. അവൾക്കിവിടെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇഷ്ടം പോലെ പണിയുണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിക്കണ്ട എന്ന് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. എന്റെ ഉള്ളിലൊരു ആന്തലുണ്ടായി. ഞാൻ അമ്മയോടിത് പറഞ്ഞപ്പോൾ, പുതിയ ജീവിതമല്ലേ, അവർക്കല്പം സ്വകാര്യത വേണ്ടേ? നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് പെങ്ങളെ സമാധാനക്കേടാക്കണ്ട എന്ന് പറഞ്ഞ അമ്മ എന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ മായ എന്തോ മറച്ചുവെക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സുറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു. അകാരണനായ ദേഷ്യവും സംശയവും തന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം വഴങ്ങണമെന്ന വാശിയും ആ 10 ദിവസത്തിനുള്ളിൽ അവൾ അനുഭവിച്ചു തുടങ്ങി. പക്ഷേ കുടുംബത്തിന്റെ സന്തോഷം കടുത്തേണ്ടതില്ല എന്ന് കരുതി എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ച് അവളെല്ലാം സഹിച്ചു. 10ആം ദിവസം. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം തികയുന്നു. സമയം രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അച്ഛനും അമ്മയും ഉറങ്ങാൻ കിടന്നിരുന്നു. മനക്കിലൂർ വീട് നിശബ്ദമായിരുന്നു. ഞാൻ മുറിയിൽ ഏതോ പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. പുറത്ത് നിറയെ മഴ ചാരുന്നുണ്ട്. അപ്പോഴാണ് എന്റെ ഫോൺ ബെല്ലടിച്ചത്. മായയുടെ നമ്പരാണ്. ഹലോ മോളെ. മറുതലത്തിലൊരു നിശബ്ദത. ഫോൺ കട്ടായിട്ടില്ല. നേരത്തെ ഒരു ശ്വാസമുട്ടൽ പോലെ, പിന്നെ ഒരു തേങ്ങൽ. മായേ, എന്തുപറ്റി? എന്താ നീ മിണ്ടാത്തത്? മോളെ. എന്റെ ഉള്ളിൽ പെരുമ്പര കൊട്ടാൻ തുടങ്ങി. അരുണേട്ടാ. അവളുടെ ശബ്ദം 1000 കഷ്ണങ്ങളായി ചിതറിപ്പോയ പോലെ എനിക്ക് തോന്നി. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവാ, വേഗം വാ. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. കസേര മറിഞ്ഞു വീണു. എന്തുപറ്റി മോളെ? എന്താ നീ മിണ്ടാത്തത് എന്ന് രാജേഷ് എന്ത് ചോദിച്ചപ്പോൾ അവൻ എന്നെ തള്ളി. ഞാൻ തറയിൽ വീണു. വയറ്റിൽ ചവിട്ടി. എനിക്ക് ശ്വാസം മുട്ടുന്നു. അരുണേട്ടാ, എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ആത്മഹത്യ ചെയ്യും. ആ വാക്കുകൾ എന്റെ ചെവിയിൽ ഒരു സ്ഫോടനം പോലെയാണ് പതിച്ചത്. മോളെ, ഫോൺ വെക്കല്ലേ, ഞാൻ വരാം. ഞാൻ അലറി. മറുതലത്തിൽ ഫോൺ കട്ടായി. എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ശബ്ദം കേട്ട് അച്ഛനും അമ്മയും വെപ്രാലപ്പെട്ട് ഓടിവന്നു. എന്താടാ? അച്ഛാ, മായ. അവളെ തള്ളിയെന്ന് വയറ്റിൽ ചവിട്ടിയെന്നവൾ. വാക്കുകൾ പൂർത്തിയാക്കാൻ എനിക്കായില്ല. അമ്മയുടെ ഒരു നിലവിളി ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. അത് മനക്കിലൂർ തറവാടിന്റെ നെഞ്ചിൽ തട്ടിയുള്ള നിലവിളിയായിരുന്നു. പിന്നെയെല്ലാം യാന്ത്രികമായിരുന്നു. അച്ഛൻ മുറിയിലേക്ക് ഓടി അലമാരയിൽ നിന്ന് കാറിന്റെ താക്കോലെടുത്തു. അമ്മ സാരി പോലും നേരെയാക്കാതെ വാതിൽ തുറന്ന മുറ്റത്തേക്കിറങ്ങി. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്റ്റീറിംഗിൽ എന്റെ പിടിമുറുകി. താക്കോലിട്ട് തിരിക്കാൻ നേരം കൈ വിറച്ചത് കാരണം അത് താഴെ വീണു. മനക്കലൂരിൽ നിന്ന് ചെമ്പകശ്ശേരിയിലേക്ക് 40 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 40 കിലോമീറ്റർ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകവും ദൈർഘ്യമേറിയതുമായ യാത്രയായിരുന്നു. കാറിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ രാത്രിയെയും ഇരുട്ടിനെയും കീറിമുറിച്ച് ഞങ്ങൾ പായുമ്പോൾ എന്റെ മനസ്സിൽ 1000 ചിന്തകളായിരുന്നു. ഓരോ നിമിഷവും ഓരോ യുഗമായി തോന്നി. എന്റെ മോൾക്ക് എന്തുപറ്റി കാണും ഭഗവാനെ? അമ്മ പിൻസീറ്റിലിരുന്ന് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ കുട്ടിക്ക് ഒന്നും വരുത്തല്ലേ. അച്ഛൻ മരവിച്ച മുഖത്തോടെ ഒരു വാക്കുപോലും മിണ്ടാതെ മുന്നോട്ട് നോക്കിയിരിപ്പാണ്. അദ്ദേഹത്തിന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ മനസ്സിൽ കുറ്റബോധം കത്തിപ്പടരുകയായിരുന്നു. അയാളുടെ നോട്ടം ഇഷ്ടമായില്ല എന്ന് അവൾ പറഞ്ഞതാണ്. ഞാനാണ് അവളെ സമാധാനിപ്പിച്ചത്. നീ റാണിയായി വാഴുമെന്ന് വാക്കുകൊടുത്തത് ഞാനാണ് ആ നരകത്തിലേക്ക് അവളെ തള്ളിവിട്ടത്. രാജേഷിന്റെ ആ ചിരിക്കുന്ന എന്നാൽ ക്രൂരത നിറഞ്ഞ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞുവന്നു. അവന്റെ ആ പരുഷമായ ശബ്ദം. വേഗം പോവുമോനെ, അച്ഛൻ ആദ്യമായി മിണ്ടി. ആ ശബ്ദം കനത്തിരുന്നു. ഞാൻ ആക്സിലറേറ്ററിൽ ആഞ്ഞമർത്തി. റോഡിലെ ഓരോ വളവിലും കാർ ആടി ഉലഞ്ഞു. ചെമ്പകശ്ശേരിയിലെ ആ വലിയ ഇരുമ്പ് ഗേറ്റ് ദൂരെ നിന്ന് കണ്ടപ്പോൾ എന്റെ നെഞ്ചിടിപ്പ് നിലയ്ക്കുന്നതുപോലെ തോന്നി. ഞാൻ ഹോൺ മുഴക്കിയില്ല. ഗേറ്റ് തള്ളിത്തുറന്ന് കാർ പോർച്ചിലേക്ക് ഇരച്ചു കയറുമ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്ന് രാജേഷ് ഇറങ്ങി വന്നു. ആ വലിയ വീട് നിശബ്ദവും തണുത്തുറഞ്ഞതുമായിരുന്നു. അവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മുണ്ടും മടക്കിക്കുത്തി കയ്യിലൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് അവൻ ഞങ്ങളെ നോക്കി നിന്നു. ആ പുക എന്റെ മുഖത്തേക്കാണ് അവൻ ഊതിയത്. എന്താ ഈ അസമയത്തൊരു മുന്നറിയിപ്പുമില്ലാതെ? മായ ഉറങ്ങി. അവന്റെ ചോദ്യം കേട്ട് അച്ഛൻ അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്റെ മോൾ എവിടെടാ നീജ? അവൾ മുറിയിലുണ്ട്.
കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ ചെറിയൊരു വഴക്ക്. അതൊക്കെ എല്ലാ വീട്ടിലുള്ളതാ. അതിനിത്ര ബഹളം വെക്കാൻ എന്തിരിക്കുന്നു? നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ വാ. അവന്റെ കൂസലില്ലായ്മ കണ്ട് ഞാൻ അമ്മയെയും കൂട്ടി അകത്തേക്ക് ഓടി. ബെഡ്റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്റെ നെഞ്ച് തകർന്നുപോയി. കിടക്കയ്ക്ക് താഴെ അലങ്കോലമായ മുറിയിൽ നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു മായ. മുറിയിൽ വില കൂടിയ പെർഫ്യൂമിന്റെ മണമുണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം മറികടന്ന് ഒരുതരം ഭയത്തിന്റെ ഗന്ധം തങ്ങി നിന്നു. കല്യാണസാരിയുടെ ഒരു ഭാഗം കീറിയിട്ടുണ്ട്. അടിവയത്തിൽ കൈ അമർത്തിപ്പിടിച്ച് അവൾ വേദന കൊണ്ട് പുളയുന്നു. അവളുടെ ചുണ്ടുകൾ പൊട്ടി രക്തം വന്നിട്ടുണ്ട്. കഴുത്തിൽ നീലിച്ച പാടുകൾ. ഞങ്ങളെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈനീട്ടി. അരുണേട്ടാ! ആ വിളിയിൽ അവളുടെ സർവ്വ പ്രതീക്ഷയുമുണ്ടായിരുന്നു. അമ്മ എന്റെ മോളെ നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വീണു. ഞാൻ തിരിഞ്ഞ് രാജേഷിന്റെ നേരെ നടന്നു. എന്റെ സർവ്വ നിയന്ത്രണവും വിട്ടിരുന്നു. എന്റെ കൈ അവന്റെ കോളറിൽ പിടിക്കാനാഞ്ഞതും അച്ഛൻ എന്നെ തടഞ്ഞു. വേണ്ട മോനെ, ഒരു നിമിഷം പോലും നമ്മളിനി ഇവിടെ നിൽക്കണ്ട. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഞാൻ തിരിഞ്ഞ് മായയുടെ അടുത്തേക്ക് ചെന്നു. അവളെ 2 കൈകൊണ്ടും കോരിയെടുത്തു. ഒരു പൂവിതൽ പോലെ ഭാരമില്ലാത്ത എന്റെ പെങ്ങൾ അവൾ എന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വാവിട്ട് കരഞ്ഞു. ഒന്നും പറ്റിയില്ലടാ, ഏട്ടനുണ്ട്, വാ നമുക്ക് പോകാം. അവളെയും കൊണ്ട് കാറിലേക്ക് നടക്കുമ്പോൾ രാജേഷ് ഞങ്ങളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. കൊണ്ടുപോ, കൊണ്ടുപോ. പെണ്ണിനെ അടക്കി ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. എനിക്കിതൊന്നും പുത്തരിയില്ല. അവന്റെ അഹങ്കാരത്തിന് മറുപടി പറയാതെ ഞങ്ങൾ കാറിൽ കയറി. അവളെക്കൊണ്ട് വീട്ടിലേക്കുള്ള ആ 40 കിലോമീറ്റർ മടക്കയാത്ര പൂർണ്ണമായും നിശബ്ദമായിരുന്നു. മായയുടെ നേർത്ത തേങ്ങലുകൾ ആ കാറിനുള്ളിൽ മാത്രം നിറഞ്ഞു നിന്നു. മനക്കലൂരിലെ മാലാഖിയുടെ ചിറകുകൾ ഒടിഞ്ഞു തൂങ്ങി നിന്നു. മായയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ നേരം പുലർന്നിരുന്നില്ല. 10 ദിവസം മുൻപ് സന്തോഷത്തോടെ പടിയിറങ്ങിപ്പോയ വീട്ടിലേക്ക് അവൾ ഒടിഞ്ഞ ചിറകുകളുമായി തിരിച്ചെത്തി. ആ മടങ്ങിവരവ് മനക്കലൂർ വീടിനെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി. സന്തോഷവും ചിരിയും ആ വീട്ടിന്റെ പടിയിറങ്ങിപ്പോയതായിരുന്നു. അമ്മയുടെ തേങ്ങലുകൾ ഒഴിച്ചാൽ ആ വീട്ടിൽ മറ്റൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. മായ അവളുടെ മുറിയിൽ അടച്ചിരുന്നു. ആ മുറി, അവൾ ജനിച്ചു വളർന്ന മുറി, അവൾക്ക് അപരിചിതമായി തോന്നി. ആരോടും മിണ്ടാതെ, ഒന്നും കഴിക്കാതെ ജനലിലൂടെ ദൂരേക്ക് നോക്കി അവൾ ദിവസങ്ങളോളം കിടന്നു. ഒരു ശബ്ദം കേട്ടാൽ അവൾ ഞെട്ടിവിറയ്ക്കും. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാൽ അവൾ മൂലയിലേക്ക് ഒതുങ്ങും. അവളുടെ ഉള്ളിലെ മുറിവ് ശരീരത്തെക്കാളും ആഴത്തിലുള്ളതായിരുന്നു. ആഘാതത്തിൽ നിന്ന് പുറത്തുവരാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ ഡോക്ടറെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു. മരുന്നുകൾക്കൊപ്പം അവൾക്ക് സ്നേഹവും സമയവും കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അവൾക്ക് സുരക്ഷിതത്വം തോന്നണം, അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ നിയമപരമായ നീക്കങ്ങൾ ആരംഭിച്ചു. രാജേഷിന്റെ വീട്ടുകാർ പലതവണ ഞങ്ങളെ വിളിച്ചു. ആദ്യം ഭീഷണിയായിരുന്നു. അവളെ തിരിച്ചയച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകനെ കേസിൽ കൊടുക്കും. പിന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പണം എത്ര വേണമെങ്കിലും തരാം. അവസാനം മാപ്പ് പറഞ്ഞു. പക്ഷെ അച്ഛൻ ഉറച്ച നിലപാടിലായിരുന്നു. എന്റെ മകളുടെ ജീവനാണ് എനിക്ക് വലുത്. ഇനി അവനുമായി ഒരു ഒത്തുതീർപ്പിനുമില്ല. 3 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് പരസ്പരം സമ്മതത്തോടെ വിവാഹമോചനം ലഭിച്ചു. രാജേഷോ അവന്റെ വീട്ടുകാരോ കോടതിയിൽ ഹാജരായില്ല. എല്ലാം വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. പേപ്പറുകളിൽ ഒപ്പിടുമ്പോൾ മായയുടെ കൈ വിറച്ചിരുന്നില്ല. പക്ഷെ അവളുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങിയിരുന്നില്ല. മായയുടെ മടങ്ങിവരവറിഞ്ഞ് ബന്ധുക്കൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി, സമാധാനിപ്പിക്കാൻ എന്ന വ്യാജേന. അതിൽ പ്രധാനി ശാന്ത അമ്മായിയായിരുന്നു, അച്ഛന്റെ പെങ്ങൾ. അവരുടെ സംസാരത്തിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ പരിഹാസവും കുറ്റപ്പെടുത്തലുമായിരുന്നു. അല്ല, ഇത്ര വലിയ തറവാടിൽ 10 പവൻ കൂടുതൽ കൊടുത്ത് കെട്ടിവിട്ടിട്ട് 10 ദിവസം തികയും മുമ്പ് പോരാൻ മാത്രം എന്തുണ്ടായി? ചെക്കൻ എന്തു കുറവ് കണ്ടിട്ടാണോ? അവൻ കാണാൻ രാജകുമാരനെ പോലെയല്ലേ? അവരടുക്കളയിൽ അമ്മയോട് ചോദിച്ചു. എന്റെ മോൾക്കവിടെ ജീവിക്കാൻ പറ്റില്ല ശാന്തേ, അവനവളെ തല്ലി. അമ്മ തറപ്പിച്ചു പറഞ്ഞു. അതെ, 1 2 അടി കിട്ടിയെന്ന് വരും. അതിന് ക്ഷമിക്കാനും സഹിക്കാനും പെണ്ണുങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ കുടുംബജീവിതം മുന്നോട്ടു പോകില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. നാട്ടുകാരുടെ മുൻപിലാണ് നമ്മൾ നാണം കെടുന്നത്. തറവാടിന്റെ മാനം പോയി. ശാന്താമ്മായിയുടെ വാക്കുകൾ ഒരു തുടക്കം മാത്രമായിരുന്നു. പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ അടക്കം പറച്ചിലുകൾ. ചെക്കന്റെ കുഴപ്പമല്ല, പെണ്ണിന്റെ അഹങ്കാരം കൊണ്ടാ. കടയിൽ ചെന്നാൽ ആളുകളുടെ സഹതാപം കലർന്ന നോട്ടം. ഞങ്ങളുടെ കുടുംബം ഒറ്റപ്പെടുന്നതുപോലെ തോന്നി. ഒരു ദിവസം ശാന്താമ്മായി വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ ഇടപെട്ടു. അമ്മായി, ലോകത്ത് ആദ്യമായിട്ടല്ല ഒരു ഡിവോഴ്സ് നടക്കുന്നത്. എന്റെ പെങ്ങളുടെ ജീവൻ പോകുന്നതിലും ഭേദം ഇതാണ്. അവൾ മരിച്ചു കാണാനാണോ അമ്മായിക്കിഷ്ടം? ഇനി ഈ വിഷയം സംസാരിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് ഞങ്ങളുടെ വീടാണ്. എന്റെ പെങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്റെ ശബ്ദം ഉയർന്നപ്പോൾ അവർ സ്തംഭിച്ചുപോയി. അച്ഛനും അമ്മയും ആ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു. ഞങ്ങൾ 4 പേരും ആ വീട്ടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ പരസ്പരം താങ്ങും തണലുമായി നിന്നു. 6 മാസങ്ങൾ കഴിഞ്ഞു. മരുന്നുകളും ഞങ്ങളുടെ സ്നേഹവും ഫലം കണ്ടു തുടങ്ങി. മായ പതുക്കെ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ മുറിക്ക് പുറത്തിറങ്ങി അമ്മയെ അടുക്കളയിൽ സഹായിക്കാൻ തുടങ്ങി. ഞങ്ങളോട് ചെറിയ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി.
പക്ഷെ ആ പഴയ ചിരി, ആ കിലുക്കം മാത്രം തിരിച്ചു വന്നില്ല. ഒരു ദിവസം അവൾ പത്രത്തിലെ ഒരു പരസ്യം വെട്ടി എന്റെ കയ്യിൽ തന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൃശൂർ ടൗണിലെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റിനെ വേണം. ഞാൻ അപേക്ഷിച്ചോട്ട് അരുണേട്ടാ. അവളുടെ ചോദ്യം കേട്ട് എനിക്ക് സന്തോഷം അടക്കാനായില്ല. ആഗ്രഹങ്ങൾ അവൾക്കുള്ളിൽ മരിച്ചിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു അത്. തീർച്ചയായും, നിനക്ക് ജോലിക്ക് പോകാൻ സമയമായി. നിന്റെ MBA സ്വപ്നം നമുക്ക് വീണ്ടും തുടങ്ങാം. ഇന്റർവ്യൂവിന് ഞാനാണ് അവളെ കൊണ്ടുപോയത്. ഞാൻ പുറത്ത് കാത്തിരിക്കുമ്പോൾ എന്റെ നെഞ്ച് പെടപെടായിടിക്കുകയായിരുന്നു. അവൾ ചിരിച്ച മുഖത്തോടെയാണ് പുറത്തേക്ക് വന്നത്. ജോലി കിട്ടിയേട്ടാ. അന്ന് വൈകുന്നേരം അവൾ പറഞ്ഞു, അരുണേട്ടാ, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോട്ടെ. എനിക്കൊന്ന് തനിച്ചാവണം. ഇവിടെ നിൽക്കുമ്പോൾ പഴയതൊക്കെ ഓർമ്മ വരുന്നു. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ. എനിക്ക് മടുത്തു. അവളുടെ തീരുമാനം ഞങ്ങളെ ഞെട്ടിച്ചു. അമ്മയ്ക്ക് വലിയ വിഷമമായി. മോളെ, നീ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളില്ലേ? അമ്മേ, എനിക്കിത് അത്യാവശ്യമാ. എനിക്ക് എന്നെ തന്നെ തിരിച്ചുപിടിക്കണം. ഒരു പുതിയ തുടക്കം വേണം. പ്ലീസ്, ഏട്ടൻ പറഞ്ഞ് മനസ്സിലാക്ക്. അവളുടെ കണ്ണുകളിലെ ദൃഢനിശ്ചയം ഞാൻ കണ്ടു. അത് ഒരേ സമയം എനിക്ക് ആശ്വാസവും ആശങ്കയും നൽകി. അടുത്ത തിങ്കളാഴ്ച ഞങ്ങളവളെ തൃശൂരിലെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുചെന്നാക്കി. പുതിയ നഗരം, പുതിയ ആളുകൾ, പുതിയ ജോലി. മായയുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഹോസ്റ്റൽ മുറി അവൾക്കൊരു അഭയകേന്ദ്രമായി മാറി. അവിടെ അവൾ ഡിവോഴ്സായ മായ എന്നായിരുന്നില്ല, അക്കൗണ്ടന്റ് മായ എന്നു മാത്രമായിരുന്നു. അവിടെ അവൾക്ക് ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് സഹതപിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് അവൾ അഞ്ജലിയെ പരിചയപ്പെടുന്നത്. മായയുടെ അതേ പ്രായമുള്ള, നിർത്താതെ സംസാരിക്കുന്ന, ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടി. അവളും അതേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അഞ്ജലി മായയുടെ മുറിയിലേക്ക് കൂട്ടുവന്നു. അഞ്ജലി മായയുടെ ഭൂതകാലത്തെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവളുടെ കണ്ണിലെ സങ്കടത്തെക്കുറിച്ചോ അവൾ എന്തിനാണ് തനിച്ചു നിൽക്കുന്നതെന്നോ അവൾക്കറിയേണ്ടിയിരുന്നില്ല. അവൾ സംസാരിച്ചത് സിനിമകളെക്കുറിച്ചും പുതിയ പാട്ടുകളെക്കുറിച്ചും ഓഫീസിലെ തമാശകളെക്കുറിച്ചും വഴിയരികിൽ കണ്ട പുതിയ ഫാഷൻ വസ്ത്രങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നു. പതുക്കെ പതുക്കെ മായയും അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവർ മുറിയിലേക്ക് വരുമ്പോൾ അഞ്ജലി പറഞ്ഞ ഏതോ തമാശ കേട്ട് മായ ഉച്ചത്തിൽ ചിരിച്ചു. ആ പഴയ കിലുക്കമുള്ള ചിരി. ആ ചിരി കേട്ട് അഞ്ജലി അത്ഭുതത്തോടെ അവളെ നോക്കി. ഹായ്, നീ ചിരിക്കുമ്പോൾ എന്തു ഭംഗിയാ നിന്നെ കാണാൻ. നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. അന്ന് രാത്രി മായ എന്നെ വിളിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അരുണേട്ടാ, എനിക്കിവിടെ സുഖമാണ്. അഞ്ജലി നല്ല കുട്ടിയാ. ഞങ്ങൾ അടുത്താഴ്ച സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ആശ്വാസത്തിന്റെ ഒരു തണുപ്പ് എന്റെ നെഞ്ചിലൂടെ അരിച്ചിറങ്ങി. എന്റെ പെങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. ഹോസ്റ്റൽ ജീവിതവും ജോലിയും മായയെ ഒരുപാട് മാറ്റി. അവൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവളായി. സാരി മാറ്റി അവൾ ചുരിദാറുകളും കുർത്തികളും ധരിക്കാൻ തുടങ്ങി. ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോൾ അവൾ വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കും പണമയക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ എന്നു പറഞ്ഞവൾ എനിക്ക് പണമയച്ചു തന്നു. ഒരവധിക്ക് അവൾ വീട്ടിൽ വന്നപ്പോൾ ശാന്തമ്മായും വന്നിട്ടുണ്ടായിരുന്നു. ആഹാ, ജോലിക്കാരിയായപ്പോൾ ആളാകെ മാറിയല്ലോ. എന്തായാലും ഒരു ജീവിതം പോയെന്ന് കരുതി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവർ പതിവ് പോലെ തുടങ്ങി. അമ്മ ആ വിഷയം പതിയെ അവതരിപ്പിച്ചു. മോളെ, നിനക്കിനൊരു ജീവിതം വേണ്ടേ? നല്ല ആലോചനകൾ വരുന്നുണ്ട്. അറിയുന്ന പയ്യനാണ്. അമ്മ പറഞ്ഞു തീരുമ്പോഴേക്കും മായ ശാന്തമായി ഇടപെട്ടു. വേണ്ടമ്മേ, എനിക്കിനിയൊരു കല്യാണം വേണ്ട. പുരുഷന്മാരെയെല്ലാം എനിക്ക് പേടിയാണ്. ആരുടെങ്കിലും ശബ്ദമുയർന്നാൽ ഞാൻ വിറയ്ക്കും. ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം. എനിക്കെന്റെ ജോലിയുണ്ട്. നിങ്ങളെ നോക്കാൻ എനിക്കറിയാം. എനിക്കൊരു കൂട്ടു വേണ്ട. അവരുടെ ശബ്ദത്തിലെ തീർച്ച കണ്ട് അമ്മ നിശബ്ദയായി. അന്ന് രാത്രി ഞാൻ അവളോട് സംസാരിച്ചു. മോളെ, എല്ലാവരും രാജേഷിനെപ്പോലെയല്ല. എനിക്കറിയാം അരുണേട്ടാ. പക്ഷേ എന്റെ മനസ്സ് ഇനിയും അതിന് തയ്യാറായിട്ടില്ല. എനിക്കിപ്പോൾ വേണ്ടത് സമാധാനമാണ്. എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. അവളുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ഞാൻ ആ വിഷയം വിട്ടു. ഞങ്ങൾ അവളെ നിർബന്ധിച്ചില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ അവൾ പഠിച്ചല്ലോ എന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അവളുടെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങാൻ സമയമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. 5 വർഷങ്ങൾ കടന്നുപോയി. കാലം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. മായ തൃശൂരിൽ സ്വന്തമായൊരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസം മാറ്റിയിരുന്നു. അഞ്ജലിയായിരുന്നു കൂടെ താമസിച്ചിരുന്നത്. അവൾ ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ സീനിയർ അക്കൗണ്ടന്റാണ്. അവൾ സ്വന്തമായൊരു കാറ് വാങ്ങി.
MBA എന്ന ശബ്ദം അവൾ പാട്ടയുമായി പഠിച്ചു പൂർത്തിയാക്കി. ആ പഴയ എന്തിനും പേടിച്ചിരുന്ന നിഷ്കളങ്കയായ പെൺകുട്ടിയായിരുന്നില്ല അവൾ. ജീവിതത്തെ പക്വതയോടെ കാണാൻ പഠിച്ച, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, ഒരു സാമ്പത്തികമായി സ്വതന്ത്രയായൊരു സ്ത്രീയായി അവൾ മാറി. അവളുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം വന്നു. അവൾ ധാരാളം വായിക്കാൻ തുടങ്ങി. അഞ്ജലിയോടൊപ്പം ചെറിയ യാത്രകൾ പോയി. മനക്കലൂരിലെ വീട്ടിൽ അവൾ വരുമ്പോൾ ആ വീട്ടിന്റെ ഐശ്വര്യം തിരികെ വന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി. അവൾ ചിരിക്കാൻ പഠിച്ചിരുന്നു. പക്ഷേ ആ ചിരിക്ക് ഇപ്പോൾ പക്വതയുടെയും അനുഭവങ്ങളുടെയും ആഴമുണ്ടായിരുന്നു. അവൾക്ക് 30 വയസ്സ് തികഞ്ഞ സമയത്താണ് അച്ഛൻ വീണ്ടും ആ വിഷയം അവതരിപ്പിച്ചത്. മോളെ, ഞങ്ങളുള്ള കാലത്ത് നിനക്കൊരു കൂട്ടുവേണം. ഇത് ഞങ്ങളുടെ സ്വാർത്ഥതയാണ്. നിന്നെ ഒറ്റയ്ക്കാവുന്നത് ഓർക്കാൻ ഞങ്ങൾക്ക് വയ്യ. നിന്നെ നിർബന്ധിക്കുകയല്ല. നീയൊന്ന് ആലോചിക്ക്. ഇത്തവണ മായ എതിർത്തില്ല. അവൾ അച്ഛന്റെ കൈകളിൽ പിടിച്ചു. ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. നോക്കാമച്ചാ. ആ നോക്കാമെന്ന വാക്കിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അഞ്ജലിയാണ് പ്രവീണിന്റെ ആലോചന കൊണ്ടുവന്നത്. പ്രവീൺ അവളുടെ ഒരു അകന്ന ബന്ധുവാണ്. ഒരു കോളേജ് അധ്യാപകനാണ്. സാഹിത്യത്തെയും യാത്രകളെയും സ്നേഹിക്കുന്ന ഒരാൾ. ആദ്യ ഭാര്യ 2 വർഷം മുൻപ് ഒരു അസുഖത്തെ തുടർന്ന് ക്യാൻസർ മരിച്ചുപോയതാണ്. അവരുടെ ആദ്യത്തെ കൂടക്കാഴ്ച തൃശ്ശൂരിലെ ഒരു ചെറിയ കഫേയിൽ വെച്ചായിരുന്നു. ഞാനും അഞ്ജലിയും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവർക്ക് സംസാരിക്കാൻ അവസരം നൽകി അല്പം മാറി നിന്നു. മായ ഒന്നും ഒളിച്ചുവെച്ചില്ല. തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം, ആ 10 ദിവസത്തെ നരകവും അതിനുശേഷമുള്ള അതിജീവനവുമെല്ലാം അവൾ പ്രവീണിനോട് തുറന്നു പറഞ്ഞു. പ്രവീൺ എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, മായ, എനിക്കുമൊരു ഭൂതകാലമുണ്ട്. നഷ്ടപ്പെടലിന്റെ വേദന എനിക്കും നന്നായി അറിയാം. എന്റെ ഭാര്യയുടെ അവസാന നാളുകളിൽ ഞാനായിരുന്നു എല്ലാം. എനിക്ക് വേണ്ടത് എന്നെ വിധിക്കാത്ത, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നൊരു സുഹൃത്തിനെയാണ്, ഒരു ജീവിത പങ്കാളിയെയാണ്. മായയുടെ ഭൂതകാലം എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് മായയുടെ ഭാവിയാണ് പ്രധാനം. മായയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ജീവിതം ഒരുമിച്ച് തുടങ്ങാം. അവന്റെ വാക്കുകളിലെ സത്യസന്ധതയും പക്വതയും മായയുടെ മനസ്സിനെ സ്പർശിച്ചു. അവൾ എന്നെയും അഞ്ജലിയെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ സമ്മതമുണ്ടായിരുന്നു. മായയുടെയും പ്രവീണിന്റെയും വിവാഹം ലളിതമായ ചടങ്ങുകളോടെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വച്ച് നടന്നു. ആഡംബരത്തിന്റെ പകിട്ടോ ആൾക്കൂട്ടത്തിന്റെ ബഹളമോ ഇല്ലാതെ. മനക്കിലൂർ വീട്ടിൽ വച്ച് അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമായി ഒരു ചെറിയ സദ്യയും ഒരുക്കി. ശാന്താമ്മായും വന്നിരുന്നു. പക്ഷേ ഇത്തവണ അവരുടെ മുഖത്ത് പരിഹാസമല്ല, അത്ഭുതമായിരുന്നു. ഭാഗ്യവതി എന്നവർ അമ്മയോടടക്കം പറയുന്നത് ഞാൻ കേട്ടു. ചെമ്പകശ്ശേരിയിലെ ആഡംബരവും ഭയവും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നില്ല അത്. സ്നേഹവും പരസ്പരം ബഹുമാനവും നിറഞ്ഞ ശാന്തമായൊരു തുടക്കമായിരുന്നു. പ്രവീണിന്റെ കൈ പിടിച്ച് ആ വീട്ടിലേക്ക് കയറുമ്പോൾ മായയുടെ മുഖം ശാന്തവും സന്തോഷപ്രദവുമായിരുന്നു. അവളെ യാത്രയാക്കുമ്പോൾ അമ്മ കരഞ്ഞില്ല. പകരം അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. എന്റെ മകൾ വീണ്ടും ജീവിതത്തിലേക്ക്, സന്തോഷത്തിലേക്ക് മടങ്ങിവരികയാണ് എന്ന ആശ്വാസം. പ്രവീണുമായുള്ള ജീവിതം മായ പ്രതീക്ഷിച്ചതിലും മനോഹരമായിരുന്നു. അവൻ അവളെ ഒരു റാണിയെയല്ല, ഒരു പങ്കാളിയെപ്പോലെയാണ് കണ്ടത്. അവൻ അവളെ വായിക്കാനും യാത്ര ചെയ്യാനും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനും പ്രോത്സാഹിപ്പിച്ചു. അവർക്കിടയിൽ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അവർ പരസ്പരം പങ്കുവച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സന്തോഷവാർത്തയെത്തി. മായ ഗർഭിണിയാണ്. ആ വാർത്തയറിഞ്ഞപ്പോൾ അവൾ ആദ്യം ഭയന്നിരുന്നു. പഴയ ഓർമ്മകൾ, അടിവയറ്റിൽ കിട്ടിയ ചവിട്ട്, എല്ലാം ഒരു നിമിഷം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവൾ വിറച്ചു. പക്ഷെ പ്രവീൺ അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ ഉണ്ട് കൂടെ, ഒന്നിനെയും പേടിക്കണ്ട, ഇത് നമ്മുടെ കുഞ്ഞാണ്. അവൾക്കൊരു മകൾ ജനിച്ചു. അവർ അവൾക്ക് ആകാശമെന്നർത്ഥം വരുന്ന ഗഗന എന്ന് പേരിട്ടു. കുഞ്ഞിനെയും കൊണ്ടവർ ആദ്യമായി മനക്കലൂരിലെ വീട്ടിലേക്ക് വന്ന ദിവസം ഞങ്ങളുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നിശബ്ദമായ ആ വീട്ടിൽ എന്റെ പെങ്ങളുടെ കരച്ചിലല്ലാതെ മറ്റൊന്നും കേട്ടിട്ടില്ലാത്ത ആ മുറിയിൽ ഒരു കുഞ്ഞു കരച്ചിൽ മുഴങ്ങി. മായ തന്റെ മകളെ എന്റെ കൈകളിലേക്ക് തരുമ്പോൾ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അരുണേട്ടാ, ഇതാണെന്റെ ലോകം, എന്റെ ആകാശം എന്നവൾ പറഞ്ഞു. ആ വീടിന്റെ ഐശ്വര്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും തിരികെ വന്നിരിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം മനക്കിലൂരിലെ മുറ്റത്ത് അതേ മാവിൻ ചുവട്ടിൽ പ്രവീണിന്റെ തോളിൽ ചാരിക്കിടഞ്ഞ് തന്റെ മകളെ കളിപ്പിക്കുന്ന മായയെ നോക്കി ഞാനിരുന്നു. ഗഗന മുറ്റത്തോടിക്കളിക്കുന്നു. അവളുടെ ചിരിക്ക് മായയുടെ പഴയ ചിരിയുടെ അതേ കിലുക്കമുണ്ട്. അവളുടെ സന്തോഷം കാണുമ്പോൾ
എന്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് പോയി. ചെമ്പകശ്ശേരിയിലേക്കുള്ള ആ 40 കിലോമീറ്റർ ഭ്രാന്തൻ യാത്ര, വേദന കൊണ്ട് പുളയുന്ന അവളുടെ രൂപം, ശാന്ത അമ്മായിയുടെ കുത്തുവാക്കുകൾ, ഹോസ്റ്റൽ മുറിയിലെ അവളുടെ ഒറ്റയിരിപ്പ്. അന്ന് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ കാണിച്ച ധൈര്യം, അതുമാത്രമായിരുന്നു ശരി. ബന്ധുക്കളും നാട്ടുകാരും എന്തു പറയുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ എന്റെ പെങ്ങൾ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. 10 ദിവസം കൊണ്ട് തകർന്ന ആ വിവാഹം ഒരു ദുരന്തമായിരുന്നില്ല, അതൊരു പാഠമായിരുന്നു, വേദനാജനകമായൊരു പാഠം. അന്നു സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു എന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ധനം സ്വർണമോ പണമോ പ്രതാപമുള്ള തറവാടോ അല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസവുമാണ്. ഏതു വീഴ്ചയിലും താങ്ങായി നിൽക്കുന്ന, അവളെ വിധിക്കാത്ത ഒരു കുടുംബമുണ്ടെങ്കിൽ ഏതു ഇരുട്ടിൽ നിന്നും അവൾ വെളിച്ചത്തിലേക്ക് തിരികെ വീഴും. മായയുടെ ആകാശം ഇപ്പോൾ തെളിഞ്ഞതാണ്. അവിടെ ഭയത്തിന്റെ കാർമേഘങ്ങളില്ല, സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീക്ഷയുടെയും നക്ഷത്രങ്ങൾ മാത്രം. ഞാൻ എന്റെ മരുമകളെ നോക്കി പുഞ്ചിരിച്ചു. ഇവളെയും ഞങ്ങൾ പറക്കാൻ പഠിപ്പിക്കും, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കും, സ്വന്തം ആകാശം കണ്ടെത്താൻ പഠിപ്പിക്കും.